ഹായ് ഫ്രണ്ട്സ്, ബോഗെയിൻവില്ല സ്റ്റോറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബോഗെയിൻവില്ല പ്ലാന്റുകൾക്ക് കൊടുക്കാവുന്ന ഒരു അടിപൊളി ഫെർട്ടിലൈസർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഒരു ചിലവും കൂടാതെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഇത്. ഈ ഫെർട്ടിലൈസർ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളെയും പരിചയപ്പെടുത്താൻ എന്ന് കരുതി. നമ്മുടെ വീട്ടിൽ തേങ്ങയെല്ലാം പൊട്ടിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന തേങ്ങാ വെള്ളം, ഇപ്പം നമ്മൾ ആട്ടാനൊക്കെ ആയിട്ട് തേങ്ങ പൊട്ടിക്കുകയാണെങ്കിൽ ഒരുപാട് തേങ്ങാ വെള്ളം നമ്മുടെ വീട്ടിൽ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നമ്മൾ വെറുതെ ചിന്തിക്കളയാറാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു തേങ്ങാ വെള്ളം യൂസ് ചെയ്ത് നമുക്ക് അടിപൊളി ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ കഴിയും. തേങ്ങാ വെള്ളം ഒരു 4-5 ദിവസം പുളിപ്പിക്കുക, ഫെർമെന്റേഷനായിട്ട് വെക്കുക. അതിനുശേഷം അതിലൊരു 4-5 ഇരട്ടി വെള്ളവും ചേർത്തിട്ട് നമ്മുടെ ബോഗെയിൻവില്ല പ്ലാന്റുകളുടെ ചുവട്ടിലും ഇലകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. നല്ല ഫ്ലവറിങ് ഉണ്ടാവാനും അതുപോലെ പ്ലാന്റ് നല്ല ഹെൽത്തി ആവാനും നല്ല ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ സഹായിക്കും. തേങ്ങാവെള്ളത്തിൽ ധാരാളമായി സൈറ്റോകൈനിൻ എന്ന ഹോർമോണും അതുപോലെ പൊട്ടാഷ്യം, മഗ്നീഷ്യം, കാൽഷ്യം എന്നീ മൂലകങ്ങളും ധാരാളമായി തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഈ തേങ്ങാവെള്ളം പുളിപ്പിച്ച് നൽകുന്നതിലൂടെ ഈ മൂലകങ്ങളെല്ലാം പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ ചെടിക്ക് സാധിക്കുന്നു. അതുപോലെ നമ്മുടെ ബോഗെയിൻവില്ല പ്ലാന്റുകൾ അല്പം അസിഡിക് ആയിട്ടുള്ള സോയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകളാണ്. അതുകൊണ്ട് തന്നെ പുളിപ്പിച്ച തേങ്ങാവെള്ളം നൽകുന്നതിലൂടെ ഈ മൂലകങ്ങളെല്ലാം പ്ലാന്റിന് പെട്ടെന്ന് തന്നെ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ വളർച്ച ഇത് ഉത്തേജിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മണ്ണിലുള്ള എല്ലാ പോഷകങ്ങളും പ്ലാന്റിന് ആഗിരണം ചെയ്യാൻ കഴിയുകയും നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആവുകയും ധാരാളം പൂക്കൾ നൽകുകയും ചെയ്യും. ഇതിലെ പൊട്ടാഷ്യം ഫ്ലവറിങ്ങിന് വേണ്ടി നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പുളിപ്പിച്ച തേങ്ങാവെള്ളത്തോടൊപ്പം പച്ചച്ചാണകവും കൂടി ചേർത്ത് പുളിപ്പിച്ച് ഇതുപോലെ 4-5 ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ഗ്രോത്ത് ആവേണ്ട പ്ലാന്റുകൾക്ക് കൊടുക്കാം. ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റുകൾക്ക് ഈ ഒരു ചാണകം സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ചാണകം കൊടുത്താൽ നൈട്രജൻ കൂടുതലായതുകൊണ്ട് ഫ്ലവറിങ്ങിലെ ഇലകളും പ്ലാന്റ് ഗ്രോത്ത് ചെയ്യാനും ഇലകൾ ഉണ്ടാവാനുമാണ് സഹായിക്കുക. ഫ്ലവറിങ് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തേങ്ങാവെള്ളം കിട്ടുന്ന സമയത്ത് അത് പുളിപ്പിച്ച് ഇതിൽ ഡയലൂട്ട് ചെയ്ത് നിങ്ങൾ ചെടികൾക്കൊക്കെ ഉപയോഗിച്ച് നോക്കും. എസ്പെഷ്യലി ബോഗെയിൻവില്ല ചെടികൾക്കാണ് ഇത് ഏറ്റവും നല്ലത്. കാരണം അസിഡിക് നേച്ചർ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണല്ലോ ബോഗെയിൻവില്ല. അതുകൊണ്ട് ബോഗെയിൻവില്ല ചെടികൾക്ക് ഇത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിച്ചതിന് ശേഷം റിസൾട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ ഒരു അടിപൊളി ഫെർട്ടിലൈസർ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ ബൈ.